യാ മോനെ നിക്കോ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ നിന്ന് ഉണ്ടാക്കാമെന്ന് അറിയോ? ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിന്റെ ഏകദേശ പരിപാടികളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിങ്ങും അതുപോലെ തന്നെ ചിക്കൻ അത്യാവശ്യം ചില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തരാം. ഇത് നമ്മൾ വലിയ ചെറിയ ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, കേബേജ്, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, അതുപോലെ നമ്മൾ നാടൻ കുരുമുളക് കേട്ടോ, വീട്ടിൽ തന്നെ ഉള്ളത് കേട്ടോ. നാടൻ കുരുമുളക് നമ്മൾ അത്യാവശ്യം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കളർഫുൾ ആയിട്ടുള്ള. അതിന് ശേഷം നമ്മൾ ചില്ലി സോസ് ഉണ്ട്, സോയ സോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് 3 മുട്ട ഉണ്ട്, അതുപോലെ തന്നെ മാഗിയുടെ ചെറിയ ക്യൂബ് കൂടി വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. ഓക്കെ, പിന്നെ കുക്കറിലുള്ളത് കുക്കറിലാണ് നമ്മൾ വേവിച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വന്നതിന് ശേഷം ചിക്കൻ വേവിച്ച് നമ്മൾ കുക്കറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തുറന്നു പെട്ടെന്ന്. ഓക്കെ, ആയിട്ട് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചൂടുണ്ട്. കട്ട് ചെയ്യുന്നത് വായിലേക്ക് പോറേ ഇടക്കിടക്ക് ഇടത്തെ കൈ വായിലേക്ക് പോയി പോകുന്നുണ്ട്. അതെന്താ അറിയില്ല, ഇടത്തെ കൈയെല്ലാം പോയി പോകുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ ചിക്കി ചിക്കിടിയാണ്. പക്ഷെ എന്താ പ്രശ്നം ചെറിയ നല്ല ചൂടുണ്ട്. ഇപ്പം വായിക്കണം, അതുകൊണ്ടാ ഒന്ന് ക്ഷമിക്കാമല്ലോ. തകർക്കുന്നു. മുട്ട ഒന്ന് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഉപ്പിൻ്റെ പൊടി, ചിലർ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറിയെല്ലാം വേവിക്കുമല്ലോ, ഫ്രൈ ചെയ്തെടുക്കൂലേ, അതിൻ്റെ കൂട്ടത്തിലാണ് ഒഴിച്ചിട്ടുണ്ടാക്കും. നമുക്ക് ഇപ്പം ഞാൻ കുറച്ചൊരു എളുപ്പം പണിയാക്കുന്നത് ഇത് അവിടെ ആക്കി വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ട നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം നേരത്തെ കട്ട് ചെയ്തില്ല, സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പം വെള്ളം പൊട്ടി തെറിക്കുന്ന ഒന്ന് ഇളക്കി കൊടുത്തേ. ഇതിലേക്കുള്ള കുറച്ച് നമ്മൾ മാഗി ക്യൂബില്ലേ അതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൽ പെട്ടത് പച്ചക്കറികളെല്ലാം ഇട്ട് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മാഗി ക്യൂബ് ഇട്ട് ഇത് സ്റ്റീലിൻ്റെ പാത്രമാണ്. ഞാൻ കുറച്ച് തീ കുറച്ചിട്ട് വെച്ച് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതാ മുട്ട, ചിക്കനെല്ലാം വലിയ പീസ് ചേർക്കുന്നുണ്ട്. ചൂട് കൊണ്ട് നമ്മൾ ചിക്കനിലെല്ലാം ഉപ്പിട്ടടാം. ചിക്കനിൽ പിന്നെ അതേപോലെ റൈസിൽ, ചിക്കൻ റൈസിലെല്ലാം ഉപ്പിട്ടുകൊണ്ട് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചിട്ടിടാം. എനിക്ക് മാഗി ക്യൂബിലും ഉപ്പുണ്ട്. അപ്പം കറക്റ്റ് പോലെ തോന്നുന്നേ നോക്കിയിട്ട് ഇടാം. കുറച്ച് ചില്ലി സോസ് എരിവിന്, പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ്. ഓക്കെ, ഒന്നിളക്കോട്ടെ. അടിപ്പിക്കാണ്ട് നോക്കണം. കരിഞ്ഞല്ല, അത് പാത്രത്തിന്റെ കളറല്ല, കളറാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇടാം. റൈസ് ഇടാം. നമ്മൾ വേവിച്ച് വെച്ച റൈസാണ്. കംപ്ലീറ്റ് ആയില്ലേ? ചെക്കൻ കൊടുക്കാം.
ആദ്യം തോന്നുന്ന റൈസ് ഇനി ഒരു ഇളക്കലാണ്. ഇനി എന്നാ ഇതിൽ ഇടാനുള്ള ഇനി കഴിഞ്ഞ ലാസ്റ്റാണോ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ സ്പ്രിംഗ് കഴിഞ്ഞിട്ടില്ല സ്പ്രിംഗ് ഓണിയൻ ഇടണം, ഉപ്പ് നോക്കണം. ഓക്കെ ഓക്കെ തോന്നുന്നു, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ്. ഇളക്കലാണ് ഇതിന് ഒന്നൊന്നര പണി. ഓരോന്ന് ഇട്ട് ഇളക്കാം. അതുപോലത്തെ പാത്രം ഇവിടെ ഇല്ല, ഇളക്കാൻ ആളുമില്ല. നിങ്ങൾ ഇളക്കൂല, പാത്രം വേഗം വാങ്ങിക്കാം. നമുക്ക് അടുത്ത അതിലുണ്ടാക്കാം. ഇത് സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് വിളപ്പോടെ ഇട്ട് കൊടുക്കാം. ഉപ്പല കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് പറയുന്നുണ്ട്. ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി കഴിക്കുമ്പോൾ കാണാം അല്ലേ? ഒന്ന് ഒരിക്കൽ ഇതാ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാ. അടിപൊളി ലുക്ക്. ഓക്കെ, അപ്പം നമ്മൾ കഴിക്കാൻ പോകാം അല്ലേ? ചില്ലി സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. സൂപ്പർ അടിപൊളി കേട്ടോ, സൂപ്പർ തോന്നുന്നു. സാധാ തോന്നുന്നു, സത്യം. ഉപ്പെല്ലാം കറക്റ്റാ? അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നിക്ക് വ്ളോഗ്സ് പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ? ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.